ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദുബായിൽ തൊഴിലാളികൾക്കായി പുതുവത്സരാഘോഷം താമസ കുടിയേറ്റ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയിൽ തൊഴിലാളികൾക്ക് നിരവധി സമ്മാനങ്ങളും നൽകും. ഡിസംബർ 31 ഉച്ചയ്ക്ക് 2 മണി മുതൽ അർദ്ധരാത്രി വരെ നീളുന്ന ആഘോഷ പരിപാടികളാണ് തൊഴിലാളികൾക്കായി താമസ കുടിയേറ്റ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. നേട്ടങ്ങൾ ആഘോഷിച്ച് ഭാവി കെട്ടിപ്പടുക്കുന്നു എന്ന പ്രമേയത്തിലാണ് പരിപാടികൾ നടക്കുക. നിരവധി തൊഴിലാളികൾ താമസിക്കുന്ന ദുബായ് അൽഖൂസ് ആയിരിക്കും പരിപാടിയുടെ പ്രധാന വേദി. നറുക്കെടുപ്പിലൂടെ കാറുകളും സ്മാർട്ട് ഫോണുകളും ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും തൊഴിലാളികൾക്കായി നൽകുമെന്നും GDRFA ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറൈ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദുബായിയുടെ വളർച്ചയ്ക്കും വികസനത്തിനും വലിയ രീതിയിൽ സംഭാവന ചെയ്യുന്ന തൊഴിലാളി സമൂഹത്തെ ആദരിക്കാൻ ലക്ഷ്യമിട്ടാണ് പരിപാടി ഒരുക്കിയതെന്ന് GDRFA ദുബായ് അസിസ്റ്റന്റ് ഡയറക്ടറും ദുബായ് തൊഴിൽക്കാര്യ സ്ഥിരം സമിതിയുടെ ചെയർമാനുമായ മേജർ ജനറൽ ഉബൈദ് മുഹൈർ ബിൻ സുറൂർ പറഞ്ഞു. This event this year it will be different. The difference is that the capacity in the different location. Actually, we have 3 main locations in Dubai: Al Goz, Jabal Ali, and Al Bahir. The biggest one it will be in Al Goz, which is the capacity. We increased the capacity. Last year it was 5,000. This year it will be 10,000. So also the prices it will be more this year. Last year we bought 1 car, today 2 cars for drone, plus tickets with thanks Fly Dubai, and plus iPhones and also Go. So the drawing will be in different prices during the celebration of the New Year. We will start at 4 o'clock. And we'll start to receive our brother labor at the location, the different location from 2 o'clock afternoon, and the celebration it will stay until afternoon. So we wish all the happiness for our labor to New Year. പരിപാടിയിൽ പ്രമുഖ ബോളിവുഡ് നടിയും മോഡലുമായ പൂനം പാണ്ഡെ, ഗായിക കനിക കപൂർ, ഗായകനും സംവിധായകനുമായ രോഹിത് ശ്യാംറൌട്ട് ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. വെടിക്കെട്ടും പരിപാടിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 20,000-ഓളം തൊഴിലാളികൾ പരിപാടികളുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. അരനൂറ്റാണ്ടിന്റെ അഭിമാനം എന്ന പേരിൽ 50-ാം വാർഷികം ആഘോഷമാക്കാനൊരുങ്ങി ജിദ്ദ KMCC. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം ജനുവരി 17 നടക്കും. അന്താരാഷ്ട്ര വടംവലി ടൂർണമെന്റോടെയാണ് പരിപാടി ആരംഭിക്കുന്നത്. KMCCയുടെ ആദ്യ രൂപമായ ചന്ദ്രിക റീഡേഴ്സ് ഫോറം ജിദ്ദയിൽ രൂപീകരിച്ച് 50 വർഷം പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിലാണ് അരനൂറ്റാണ്ടിന്റെ അഭിമാനം എന്ന പേരിൽ വാർഷികം ആഘോഷിക്കുന്നത്. 2025 ഡിസംബർ വരെ നീണ്ടുനിൽക്കുന്ന പരിപാടികളിൽ ഏപ്രിൽ വരെയുള്ള ആദ്യഘട്ട പരിപാടികളുടെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടന്നു. ജനുവരി 17 നടക്കുന്ന വടംവലി ടൂർണമെന്റോടെ പരിപാടികൾ ആരംഭിക്കും. സൗദിക്ക് പുറമെ UAE, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. ജിദ്ദ ഖാലിദ് ബിൻ വലീദ് സ്ട്രീറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ മേഖലകളിൽ വിവിധ ഇനം പരിപാടികൾ വാർഷികത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് ആക്ടിംഗ് പ്രസിഡന്റ് റസാഖ് മാസ്റ്റർ, ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഇസ്ഹാഖ് പൂണ്ടോളി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇവിടെ 50 വർഷം തികക്കുമ്പോൾ KMCC എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ 50 പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജനുവരി 17 അന്താരാഷ്ട്ര വടംവലി മത്സരം ആണ് അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. അന്നേ ദിവസം ഈ വാർഷിക പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കും. സോവനീർ, മെഗാ ഷോ, സെമിനാർ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വനിതകൾക്കായുള്ള പ്രത്യേക പരിപാടികൾ, പരിശീലന പരിപാടികൾ, ഷട്ടിൽ ടൂർണമെന്റ്, ജിദ്ദ മാരത്തോൺ, ഇഫ്താർ തുടങ്ങി 50ഓളം ഇനം പരിപാടികളാണ് 50-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ജിദ്ദ KMCCയുടെ മറ്റു ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഖത്തറിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ഹമദ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലയാളി വിദ്യാർത്ഥി മരിച്ചു. നോബൽ ഇന്റർനാഷണൽ സ്കൂൾ 12ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഹനീൻ ആണ് മരിച്ചത്. തൃശൂർ പുന്നയൂർക്കുളം സ്വദേശി വീട്ടിലെ വളപ്പിൽ ഷാജഹാൻ ഷംന ദമ്പതികളുടെ മകനാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ബുഖൈറിലുണ്ടായ കാറപകടത്തിലാണ് ഹനീന് ഗുരുതരമായി പരിക്കേറ്റത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭൗതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ജിദ്ദ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ്സ് മാനേജ്മെന്റ് കൺസൾട്ടൻസിന്റെ പുതിയ ബ്രാഞ്ച് മക്കയിൽ പ്രവർത്തനം തുടങ്ങി. മക്കയിലെ ഷൌഖിയയിലാണ് ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും പുതിയ ബ്രാഞ്ചിൽ ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു.
മക്കയിലെ ഷൌക്കിയയിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ ഖാദർ ഖൊഷാഗി സ്ട്രീറ്റിലാണ് കോർപ്പറേറ്റ്സ് മാനേജ്മെന്റ് കൺസൾട്ടൻസിന്റെ പുതിയ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. പ്യുവർ ഡെന്റൽ ക്ലിനിക് പ്രവർത്തിക്കുന്ന അൽ സറാജ് ബിൽഡിംഗിന്റെ 4ാമത്തെ നിലയിലാണ് ഓഫീസ്. പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഇത്തിഹാദ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് കമ്പനി ചെയർമാൻ സയ്യിദ് ഷാ നിർവഹിച്ചു. മക്കയിലെ കച്ചവടക്കാരുൾപ്പെടെയുള്ള ബിസിനസ്സുകാരുടെ സൗകര്യം കണക്കിലെടുത്താണ് മക്കയിൽ ബ്രാഞ്ച് തുടങ്ങിയതെന്നും ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാവിധ സേവനങ്ങളും ലഭിക്കുമെന്നും COO ഫൈസൽ അരിമ്പ്രത്തൊടിക പറഞ്ഞു. എന്തുകൊണ്ട് മക്ക എന്ന് ചോദിച്ചാൽ മക്കയിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വലിയ കച്ചവടക്കാർ ഉള്ളത്. വലിയ വോളിയമുള്ള കച്ചവടക്കാരുണ്ട്. അവരെല്ലാം അവരുടെ കാര്യങ്ങൾക്ക് ജിദ്ദയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഒരു ടച്ച് പോയിന്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇപ്പം മക്കയിലൊരു ഔട്ട്ലെറ്റ് നമ്മൾ ഓപ്പൺ ആക്കിയത്. അതിലെല്ലാ സർവീസും കൊടുക്കുന്നുണ്ട്. ഈവൻ ബിസിനസ് സെറ്റപ്പിൻ്റെതും പിന്നെ ഗവൺമെന്റ് റിലേറ്റഡും പ്ലസ് അക്കൗണ്ട്സ് ഓഡിറ്റ് എന്നുള്ള കാര്യങ്ങൾ എല്ലാവിധ സർവീസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ കച്ചവടക്കാർക്ക് വേണ്ടി. CMO ജാസിം ജൌഹർ, CEO CA അബ്ദുൽ ഹക്കീം എന്നിവരുൾപ്പെടെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ബിസിനസ് സെറ്റപ്പ്, അക്കൌണ്ടിംഗ്, ഓഡിറ്റ് സപ്പോർട്ട്, വാറ്റ് ആൻഡ് സക്കാത്ത് സേവനങ്ങൾ, ഇലക്ട്രോണിക് ഇൻവോയ്സ്, PRO സർവീസ് തുടങ്ങിയവയെല്ലാം കോർപ്പറേറ്റ്സിൽ ലഭ്യമാണ്. 5 വർഷത്തോളമായി സേവന രംഗത്തുള്ള സ്ഥാപനത്തിന് ജിദ്ദ, ദമാം, ദുബായ്, കോഴിക്കോട് എന്നിവിടങ്ങളിലും ബ്രാഞ്ചുകളുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ 100ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ദുബായ് യൂണിവേഴ്സൽ ഐഡൽ എന്ന പേരിൽ മ്യൂസിക് റിയാലിറ്റി ഷോ സംഘടിപ്പിക്കുന്നു. 1,11,000 ദിർഹമാണ് ജേതാവിന് സമ്മാനിക്കുക. ദുബായിലെ മുഹമ്മദ് റാഫി ഫാൻസ് ക്ലബും HMC ഇവന്റ്സും ചേർന്ന് അജ്മാൻ രാജകുടുംബാംഗം ഷെയ്ഖ് അൽ ഹസൻ ബിൻ അലി അൽ നുവൈമിയുടെ രക്ഷകർതൃത്വത്തിലാണ് പരിപാടി. യൂണിവേഴ്സൽ ഐഡലിന്റെ ആദ്യ ഓഡിഷൻ ഈ മാസം 28-29 തീയതികളിൽ ഇത്തിസലാട്ട് അക്കാദമിയിൽ നടക്കും. ഇന്ത്യയിൽ നടക്കുന്ന ഓഡിഷനിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേരടക്കം 100 പേർ ഫെബ്രുവരി 22 നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ മാറ്റുരയ്ക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കുവൈറ്റിലെ PIC ഫെർട്ടിലൈസർ പ്ലാന്റ് പൊളിച്ചുമാറ്റൽ പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ച് NBTC കുവൈറ്റ്. കുവൈറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്ലാന്റ് പൊളിച്ചുമാറ്റൽ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിച്ചത് വലിയ നേട്ടമാണെന്ന് NBTC ഗ്രൂപ്പ് അറിയിച്ചു. ആഘോഷ പരിപാടിയിൽ അഹമ്മദി ഗവർണർ ഷെയ്ഖ് ഹമൂദ് ജാബർ അൽ അഹമ്മദ് അൽ സബാഹ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. NBTC ചെയർമാൻ മുഹമ്മദ് നാസർ അൽ ബദ്ദ, മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം എന്നിവർ പരിപാടിയെ അഭിസംബോധന ചെയ്തു. സൗദിയിൽ റീറ്റെയിൽ സാന്നിധ്യം വർദ്ധിപ്പിച്ച ലുലു ഗ്രൂപ്പ് റിയാദ് സഹാറ മാളിൽ ലുലു എക്സ്പ്രസ് സ്റ്റോർ തുറന്നു. ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ്, റീജിയണൽ ഡയറക്ടർ ഹാത്തിം മുസ്താസിർ എന്നിവരുടെ സാന്നിധ്യത്തിൽ റുഗൈബ് ഹോൾഡിംഗ് ചെയർമാൻ സിയാദ് അൽ റുഗൈബ് പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 25,000 സ്ക്വയർ ഫീറ്റിലുള്ള ലുലു എക്സ്പ്രസ് സ്റ്റോറിനോടനുബന്ധിച്ച് 500-ലധികം വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മക്കയിൽ ലുലു സ്റ്റോർ ശനിയാഴ്ച പ്രവർത്തനം തുടങ്ങും. മക്കയിൽ ഹറം പള്ളിക്ക് സമീപം ജബൽ ഒമറിലാണ് പുതിയ ലുലു സ്റ്റോർ തുടങ്ങുന്നത്. തീർത്ഥാടകർക്കും പ്രദേശവാസികൾക്കും അവശ്യ വസ്തുക്കൾ മികച്ച നിലവാരത്തിൽ ലഭ്യമാക്കുന്ന മക്കയിലെ ബ്രാഞ്ച് ആഗോളതലത്തിൽ ലുലുവിന്റെ 250ാമത്തെ സ്റ്റോറാണ്. സഫാരി ഗ്രൂപ്പിന്റെ UAEയിലെ 2ാമത് ഷോപ്പിംഗ് മാൾ റാസൽ ഖൈമയിൽ പ്രവർത്തനം തുടങ്ങി. ഷെയ്ഖ് ഒമർ ബിൻ സാഖിർ ബിൻ മുഹമ്മദ് അൽ ഖാസിമി മാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2 ലക്ഷം ചതുരശ്രയടി വിസ്തീർണത്തിലാണ് സഫാരിയുടെ പുതിയ മാൾ റാസൽ ഖൈമയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ മടപ്പാട്ട്, മാനേജിംഗ് ഡയറക്ടർമാരായ സൈനുൽ ആബിദീൻ, ഷഹീൻ ബക്കർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഷമീം ബക്കർ, ഷാഹിദ് ബക്കർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഷെയ്ഖ് ഒമർ ബിൻ സക്കീർ ബിൻ മുഹമ്മദ് അൽ ഖാസിമി മാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷാർജയിലെ സഫാരി മാളിന്റെ വൻ വിജയമാണ് റാസൽ ഖൈമയിലും പ്രവർത്തനം തുടങ്ങാൻ പ്രചോദനമായതെന്ന് സഫാരി ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ മടപ്പാട്ട് പറഞ്ഞു. ഷാർജ സഫാരിയെ പോലെ റാസൽ ഖൈമ സഫാരിക്കും വൻ ജനസ്വീകാര്യത ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റാസൽ ഖൈമയിൽ നിന്ന് ഞങ്ങളുടെ 8ാമത്തെ ഔട്ട്ലെറ്റ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും റാസൽ ഖൈമ അതിലെ ജനങ്ങളെ സേവിക്കുക, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ, അവർക്ക് വേണ്ട ജീവിത നിത്യോപയോഗ സാധനങ്ങൾ കൃത്യമായി നല്ല പ്രൈസിൽ നല്ല ക്വാളിറ്റിയോട് കൂടി കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഷാർജയിൽ ഞങ്ങൾ 5 വർഷം മുമ്പ് ഒരു ഔട്ട്ലെറ്റ് തുറന്നിട്ട് UAEയിലെ ഏറ്റവും നല്ല ഔട്ട്ലെറ്റായി ജനങ്ങൾ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും റാസൽ ഖൈമയിലും ഞങ്ങളോട് എല്ലാവരും സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഹൈപ്പർ മാർക്കറ്റ്, ഇലക്ട്രോണിക്സ്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, ഫർണിച്ചർ,
ഫുഡ് കോർട്ട് തുടങ്ങിയവ പുതിയ മാളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സുസുക്കി ജിംനി കാറുകൾ നൽകുന്ന പ്രമോഷനും മറ്റ് നിരവധി സമ്മാന പദ്ധതികളും സഫാരിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. 24 ദുബായ്. പ്രമുഖ കാർഗോ കമ്പനിയായ എം ഗ്രൂപ്പിന് കീഴിലുള്ള ടൈം എക്സ്പ്രസ് കാർഗോയുടെ അബുദാബി ബ്രാഞ്ചിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകൾ പ്രഖ്യാപിച്ചു. കാർഗോ അയക്കാൻ കുറഞ്ഞ നിരക്ക് ഉൾപ്പെടെ ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളാണ് സ്ഥാപനം ഒരുക്കിയത്. എയർ കാർഗോ വഴിയും സീ കാർഗോ വഴിയും അയക്കുന്ന കാർഗോകൾക്കുൾപ്പെടെയാണ് അധികൃതർ ഇളവുകൾ പ്രഖ്യാപിച്ചത്. നാട്ടിലേക്ക് കാർഗോ അയക്കാൻ കുറഞ്ഞ നിരക്ക് ഏർപ്പെടുത്തിയതുൾപ്പെടെ പ്രവാസികൾക്ക് ഗുണകരമാകുന്ന നിരവധി ഓഫറുകളാണ് കമ്പനി ന്യൂ ഇയർ ക്രിസ്മസ് പ്രമാണിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എം ഗ്രൂപ്പിന് ഇപ്പം ഓഫർ അബുദാബിയിലുള്ള നമ്മൾ കസ്റ്റമർക്ക് എം ഗ്രൂപ്പ് കൊടുക്കുന്നത് ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് പ്രമാണിച്ചിട്ട് 12.50 കൊടുത്തുകൊണ്ടിരുന്ന എയർ കാർഗോ ഞങ്ങൾ 10 ദിറംസിനാണ് കൊടുക്കുന്നത്. ഓഫീസ് റേറ്റ് 10 ദിറംസിന്. സീ കാർഗോ ആണെങ്കിൽ 6 ദിറംസിന് എടുത്തുകൊണ്ടിരുന്ന സീ കാർഗോ ഞങ്ങൾ കൊടുക്കുന്നത് വെറും 4.50. ഞങ്ങൾ ഏകദേശം 27 വർഷമായി UAE ഞങ്ങൾ ഈ സർവീസ് കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടനുബന്ധിച്ചിട്ട് ന്യൂ ഇയർ അനുബന്ധിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 3 ഓൾറെഡി ഞങ്ങൾക്ക് 15 ഔട്ട്ലെറ്റ് ഉണ്ട്. ഇനി ഒരു 3 ഔട്ട്ലെറ്റും കൂടി ഓപ്പൺ ചെയ്യാൻ പുതുവത്സരത്തോടു കൂടി 3 ഔട്ട്ലെറ്റ് കൂടി ഓപ്പൺ ചെയ്യാനുള്ള തീരുമാനമുണ്ട്. ഇന്ത്യയിൽ എവിടെയും നേരിട്ടുള്ള ക്ലിയറൻസും ഡെലിവറി നെറ്റ്വർക്കും ഉള്ളതിനാൽ സുരക്ഷിതമായി കാർഗോ അയക്കാമെന്നതാണ് പ്രത്യേകത എന്നും അധികൃതർ വ്യക്തമാക്കി. ഉപഭോക്താക്കളുടെ സംതൃപ്തിയും വിശ്വാസ്യതയുമാണ് എം ഗ്രൂപ്പിന് കരുത്ത് പകരുന്നതെന്നും എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പിൽ അറിയിച്ചു. പുതുവർഷത്തിൽ പുതിയ 3 ബ്രാഞ്ചുകൾ തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 24 ദുബായ്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്ത്യവിശ്രമം നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ രാവിലെ 11:45 സംസ്കാര ചടങ്ങുകളെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അന്ത്യവിശ്രമത്തിനായി പ്രത്യേക സ്ഥലം വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല. ദീർഘദർശിയായ ഭരണാധികാരിക്ക് രാജ്യം വിടചൊല്ലുകയാണ്. ഡൽഹി മോത്തിലാൽ നെഹ്റു റോഡിലെ 3-ാം നമ്പർ വസതിയിൽ നിന്ന് രാവിലെ 8 മണിയോടെ ഭൗതിക ശരീരം AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. 8:30 മുതൽ 9:30 വരെ പാർട്ടി ആസ്ഥാനത്ത് പൊതുദർശനം. 11:45 നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളുടെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്ത്യവിശ്രമത്തിനായി രാജ്ഘട്ടിന് സമീപം പ്രത്യേക സ്ഥലം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രധാനമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയെയും സമീപിച്ചു. കോൺഗ്രസിന്റെ ഈ ആവശ്യം പരിഗണിക്കാതെയാണ് നിഗംബോധ് ഘട്ടിൽ സംസ്കാര ചടങ്ങ് നിശ്ചയിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ വീട്ടിലെത്തി ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. पूर्व प्रधानमंत्री डॉक्टर मनमोहन सिंह जी के निधन ने हम सभी के हृदय को गहरी पीड़ा पहुंचाई है. उनका जाना एक राष्ट्र के रूप में भी हमारे लिए बहुत बड़ी क्षति है. കോൺഗ്രസ് നേതൃത്വവും ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാദരമർപ്പിച്ചു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ പ്രിയ നേതാവിന് വിടചൊല്ലാനെത്തി. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും മോത്തിലാൽ നെഹ്റു റോഡിലെ വസതിയിലെത്തി. പ്രത്യേക പ്രവർത്തക സമിതി യോഗം ചേർന്ന് മൻമോഹൻ സിംഗിന് കോൺഗ്രസ് അനുശോചനമറിയിച്ചു. ലോക നേതാക്കളും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തി. 24 ഡൽഹി. വിവാദങ്ങൾക്ക് തിരികൊളുത്തി പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്കൊപ്പം വേദി പങ്കിട്ട് കോൺഗ്രസ് നേതാവ്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച MT അനുസ്മരണ പരിപാടിയിൽ കല്യോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ബാബുരാജ് പങ്കെടുത്തതാണ് വിവാദമായത്. കേസിൽ നാളെ CBI കോടതി വിധി പറയാനിരിക്കെയാണ് പ്രദേശത്ത് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ പള്ളിക്കര ഡിവിഷനിൽ നടന്ന MT അനുസ്മരണ പരിപാടിയിലാണ് കല്യോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ബാബുരാജ് പങ്കെടുത്തത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ 20-ാം പ്രതിയും മുൻ MLAയുമായ KV കുഞ്ഞിരാമനായിരുന്നു ഉദ്ഘാടകൻ. 14-ാം പ്രതിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ K മണികണ്ഠൻ വേദിയിലുണ്ടായിരുന്നു. കേസിൽ CBI കോടതി നാളെ വിധി പറയാൻ ഇരിക്കെയാണ് പ്രാദേശിക കോൺഗ്രസ് നേതാവും കേസിൽ
നിയമപോരാട്ടത്തിനായി കുടുംബത്തോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ബാബുരാജ് പരിപാടിയിൽ പങ്കെടുത്തത്. പള്ളിക്കര ഡിവിഷനിൽ നടന്ന പരിപാടിയിൽ കല്യോട്ട് ഡിവിഷനിൽ നിന്നുള്ള പ്രതിനിധിയായ ബാബുരാജ് എന്തിന് പങ്കെടുത്തു എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ഉയർത്തുന്ന ചോദ്യം. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുമതി വാങ്ങിയെന്ന വിശദീകരണമാണ് ബാബുരാജ് നൽകുന്നത്. സംഭവത്തെ ചൊല്ലി പെരിയയിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്നത രൂക്ഷമാണ്. നാളെ വിധി വരുന്ന പശ്ചാത്തലത്തിൽ പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. പ്രദേശത്ത് പോലീസ് റൂട്ട് മാർച്ച് നടത്തി. പെരിയ കല്യോട്ട് ഭാഗങ്ങളിൽ പൊതുപരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തി. സമാധാന ചർച്ചയ്ക്കായി പെരിയയിൽ ASPയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗവും ചേർന്നു. 24 കാസർഗോഡ്. മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള ടൗൺഷിപ്പിനായി സർക്കാരിന് എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. എൽസ്റ്റൺ, ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും തുക കുറവാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാമെന്നും കോടതി വ്യക്തമാക്കി. വയനാടിന്റെ മനസ്സറിഞ്ഞ വിധിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. എസ്റ്റേറ്റ് ഭൂമികൾ ഏറ്റെടുക്കുന്നതിനെതിരെ ഉടമകൾ നൽകിയ ഹർജി തള്ളിയാണ് സർക്കാരിന് ആശ്വാസമാകുന്നതും ദുരന്തബാധിതർക്ക് പ്രതീക്ഷയുമാകുന്ന ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. എസ്റ്റേറ്റ് ഭൂമികൾക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാം. എസ്റ്റേറ്റ് ഉടമകൾ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് സർക്കാരിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും നഷ്ടപരിഹാരത്തിൽ തർക്കമുണ്ടെങ്കിൽ ഉടമകൾക്ക് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. നാളെ മുതൽ സർക്കാരിന് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താം. കോടതി വിധി സ്വാഗതം ചെയ്ത് മന്ത്രി കെ രാജൻ രംഗത്തെത്തി. പുതുവത്സര ദിനത്തിൽ സ്പോൺസർമാരുമായി മുഖ്യമന്ത്രി സംസാരിക്കുമെന്നും മന്ത്രി. ഒരു സമയം പോലും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് കോടതി വിധി ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ കോടതി വിധി മനുഷ്യന്റെ ഹൃദയം അറിയുന്നതും ദുരന്ത നിവാരണ പ്രക്രിയയിൽ സർക്കാരിന്റെ വികാരം കോടതി പൂർണ്ണമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതിന്റെയും പ്രധാനപ്പെട്ട തെളിവാണ്. വിധിയെ മുണ്ടക്കൈ ചൂരൽമല ആക്ഷൻ കൗൺസിൽ സ്വാഗതം ചെയ്തു. പുനരധിവാസത്തെ സർക്കാർ ഗൗരവത്തോടെ സമീപിച്ചില്ലെങ്കിൽ ഇതുവരെ ഉണ്ടായ സമീപനത്തിൽ മാറ്റം വരുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. ആദ്യത്തെ ഒരു ആവേശം ഇപ്പോൾ കാണുന്നില്ല. ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് എല്ലാ നടപടിക്കും. ഇങ്ങനെ നീണ്ടുപോയാൽ ഞങ്ങൾ മാറി ഇതുവരെ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്നും മാറി വ്യത്യസ്തമായൊരു നിലപാടെടുക്കാൻ ഞങ്ങളെ നിർബന്ധിക്കരുത്. അതേ പറയാനുള്ളൂ. എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനെതിരെ ഹാരിസൺ മലയാളം ലിമിറ്റഡ്, എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആകെ ഏറ്റെടുക്കുന്നത് 143 ഹെക്ടർ ഭൂമിയാണ്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമമനുസരിച്ച് നഷ്ടപരിഹാരം നൽകണമെന്നതായിരുന്നു എസ്റ്റേറ്റ് ഉടമകളുടെ പ്രധാന ആവശ്യം. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. മുനമ്പം ഭൂമി തർക്കത്തിൽ സുപ്രധാന ചോദ്യങ്ങളുമായി വഖഫ് ട്രിബ്യൂണൽ. ഭൂമി എങ്ങനെ സിദ്ദിഖ് സേട്ടിന് ലഭിച്ചുവെന്ന് ട്രിബ്യൂണൽ ചോദിച്ചു. ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ വഖഫ് ബോർഡിന് നിർദ്ദേശം നൽകി. കേസ് ജനുവരി 25 പരിഗണിക്കാനായി മാറ്റി. മുനമ്പത്തെ തർക്കഭൂമി സംബന്ധിച്ച ഹിയറിംഗിനിടെയാണ് വഖഫ് ട്രിബ്യൂണൽ കേസുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തിയത്. മുനമ്പത്തെ ഭൂമി നിലവിലെ താമസക്കാർക്ക് വിറ്റ സിദ്ദിഖ് സേട്ടിന് എങ്ങനെ ലഭിച്ചുവെന്ന് ട്രിബ്യൂണൽ ചോദിച്ചു. രാജാവ് ഇഷ്ടദാനം നൽകിയതാണെന്ന് അഭിഭാഷകൻ മറുപടി നൽകിയപ്പോൾ ലീസിന് ലഭിക്കാനല്ലേ സാധ്യത എന്നായിരുന്നു ട്രിബ്യൂണലിന്റെ ചോദ്യം. സമ്മാനമായി ലഭിച്ചതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖ ഉണ്ടോ എന്നും വാദത്തിനിടെ ട്രിബ്യൂണൽ ചോദിച്ചു. 1902 രേഖകൾ പ്രകാരം ലീസ് ഭൂമിയാണെങ്കിൽ വഖഫ് ഭൂമി എന്ന വാദം നിലനിൽക്കില്ല. വിഷയത്തിൽ വിവാദം നിലനിൽക്കുന്ന കാര്യം ട്രിബ്യൂണൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ വിവാദങ്ങൾ കോടതിക്ക് പുറത്തെന്നായിരുന്നു സിദ്ദിഖ് സേട്ടിന്റെ അഭിഭാഷകന്റെ വാദം. സമൂഹത്തെയും കോടതിയെയും വേർതിരിക്കാനാകില്ലെന്നും മാധ്യമങ്ങളടക്കം പ്രശ്നത്തിന് പ്രാധാന്യം നൽകുന്നുണ്ടെന്നും കോടതി പറഞ്ഞു. കേസ് അടുത്ത മാസം 25 പരിഗണിക്കാനായി മാറ്റി. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ ഭൂമിയുടെ ഉടമസ്ഥത വ്യക്തമാക്കുന്ന രേഖകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 കൊച്ചി. ക്രിസ്മസ് കേക്കിന്റെ പേരിൽ തൃശൂരിൽ രാഷ്ട്രീയ വിവാദം. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്ന് കേക്ക് സ്വീകരിച്ചതിൽ തൃശൂർ മേയർ MK വർഗീസിനെ അതിരൂക്ഷമായി വിമർശിച്ച് CPI നേതാവ് VS സുനിൽകുമാർ. എന്നാൽ VS സുനിൽകുമാർ പറഞ്ഞതിനെ വില കൽപ്പിക്കുന്നില്ല എന്നാണ് മേയറുടെ മറുപടി. ക്രിസ്മസ് ദിനത്തിൽ സ്നേഹ സന്ദേശയാത്രയുടെ ഭാഗമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മേയർ MK വർഗീസിന്റെ വീട്ടിലെത്തി കേക്ക് കൈമാറിയതാണ് ഇപ്പോഴത്തെ വിവാദം. മേയർക്ക് ചോറിയുടെയും കൂറ് BJPയോടുമാണെന്ന VS സുനിൽകുമാറിന്റെ പ്രസ്താവന വിവാദങ്ങൾക്ക് തിരികൊളുത്തി. കേക്ക് കൈമാറ്റം യാദൃശ്ചികമല്ലെന്നും മുന്നണി രാഷ്ട്രീയത്തോടാണ് കൂറ് പുലർത്തേണ്ടതെന്നും VS സുനിൽകുമാർ. അല്ല, മേയർ ചോറ് ഇവിടെയും കൂറ് അവിടെയുള്ള ഒരാളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും പ്രവർത്തിച്ച BJPക്ക് വേണ്ടി വർക്ക് ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയറായിരിക്കുന്ന ആളാണ് ഇപ്പോഴത്തെ മേയർ. താൻ ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും VS സുനിൽകുമാറിന്റെ പ്രസ്താവന മുഖവിലക്കെടുക്കുന്നില്ലെന്നും മേയറുടെ മറുപടി. ഒരു കേക്ക് എൻ്റെ വീട്ടിലേക്ക് ആര് കൊണ്ടുവന്നാലും ഞാനത് വാങ്ങിക്കില്ലേ?
എന്നുദ്ദേശിച്ച് ഞാൻ ഇവിടെ തന്നെ ആ പ്രസ്ഥാനത്തിലൂടെ പോയി എന്നാണോ ചരിത്രം? വെറുതെ പറഞ്ഞാൽ പോരല്ലോ, തെളിയിക്കണം ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ. അതല്ല മര്യാദ. VS സുനിൽകുമാറിനെ അതിരൂക്ഷമായി വിമർശിച്ച് BJP ജില്ലാ നേതൃത്വം രംഗത്ത് വന്നു. ഈ സുനിൽകുമാറിനെ പോലുള്ള ആളുകൾ തൃശ്ശൂർ പലതരത്തിലുള്ള കുത്തിത്തിരിപ്പ്, വെറുപ്പിന്റെ രാഷ്ട്രീയം അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് നരേന്ദ്രമോദിയെ ചെന്ന് കാണാൻ സാധിക്കുന്നത്? പിണറായി വിജയൻ നരേന്ദ്രമോദിയെ പോയി കാണാറുണ്ടല്ലോ, CPMന്റെ നേതാക്കന്മാർ പോയി നരേന്ദ്രമോദിയെ കാണാറുണ്ടല്ലോ. മേയറെ അവിശ്വസിക്കേണ്ടെന്ന നിലപാടുമായി CPIM CPI കൗൺസിലർമാർ രംഗത്തെത്തിയത് ശ്രദ്ധേയമായി. സുനിൽകുമാറിന്റെ പ്രസ്താവനയിൽ LDFൽ കടുത്ത അതൃപ്തിയാണുള്ളത്. 24 തൃശൂർ. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണക്കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ പുതിയ വിവാദം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്കും 2019 മുതൽ കോൺഗ്രസിനുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെന്ന കെ മുരളീധരന്റെ തുറന്നു പറച്ചിലാണ് നേതൃത്വത്തെ വെട്ടിലാക്കിയത്. കെ മുരളീധരന്റെ വെളിപ്പെടുത്തലുകളെ പ്രതിപക്ഷ നേതാവ് പൂർണ്ണമായും തള്ളുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെയാണ് കോൺഗ്രസിനും UDFനുമെതിരെ ജമാഅത്തെ ഇസ്ലാമി ബന്ധമുന്നയിച്ച് CPIM രംഗത്ത് വന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇത് പ്രചാരണ വിഷയമാക്കാനും CPIM ശ്രമം നടത്തി. എന്നാൽ പിന്തുണക്കാര്യം പരസ്യമായി അംഗീകരിക്കാൻ നേതാക്കൾ തയ്യാറായില്ല. CPIMന്റേത് ഭൂരിപക്ഷ പ്രീണനമെന്ന വാദമുയർത്തി പ്രതിരോധിക്കുകയായിരുന്നു നേതാക്കൾ. ഇതിനിടയിലാണ് കെ മുരളീധരൻ ജമാഅത്തെ ഇസ്ലാമി ബന്ധം തുറന്നു പറയുന്നത്. 2016 വരെ ഞാൻ മത്സരിച്ച ഒരു ഇലക്ഷനിലും ജമാഅത്തെ ഇസ്ലാമി എനിക്ക് പിന്തുണ നൽകിയിട്ടില്ല. 2016 തന്നു, കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. എന്നാൽ കെ മുരളീധരനെ പൂർണ്ണമായും തള്ളുകയാണ് നേതൃത്വം. 2019 ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയത് LDFനെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ 2019 മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു പൊതു പിന്തുണ കോൺഗ്രസ് നൽകിയിട്ടില്ല. ചിലപ്പോൾ ഒരു 4-5 സ്ഥാനാർത്ഥികളെ ആർക്കെങ്കിലും ഒരു മുന്നണിയിൽ കൊടുത്തു കാണാം. ആ കൂട്ടത്തിൽ വട്ടിയൂർക്കാവിൽ പിന്തുണ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ നടത്തിയ മുസ്ലിം വർഗീയചേരി പരാമർശം ജമാഅത്തെ ഇസ്ലാമി ബന്ധമുദ്ദേശിച്ചാണെന്ന് CPIM വാദിക്കുന്നതിനിടെയാണ് കെ മുരളീധരന്റെ തുറന്നു പറച്ചിൽ. 24 തിരുവനന്തപുരം. 24 അന്വേഷണ പരമ്പര ലഹരിക്കടത്തിന്റെ കാണാപ്പുറങ്ങൾ. ലഹരിയുടെ കാണാപ്പുറങ്ങൾ എന്ന 24 പരമ്പരയ്ക്ക് പിന്നാലെ കർശന നിരീക്ഷണവുമായി കൊച്ചി പോലീസ്. ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നവരെ ജയിലിലടയ്ക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ 24നോട് പറഞ്ഞു. പുതുവർഷം ആഘോഷത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ ശക്തമായ പോലീസ് പരിശോധനയുണ്ടാകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ. 24 ഇംപാക്ട്. ബംഗളൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ലഹരി ഒഴുകുന്ന വഴിയും ലഹരി കച്ചവടക്കാരെയും തുറന്നുകാട്ടി 24 സംരക്ഷണം ചെയ്ത ലഹരിയുടെ കാണാപ്പുറങ്ങൾ എന്ന പരമ്പരയ്ക്ക് പിന്നാലെയാണ് കർശന നടപടിയുമായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ രംഗത്തിറങ്ങിയത്. ലഹരി കച്ചവടക്കാരെ കരുതൽ തടങ്കലിലടയ്ക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ 24നോട് പറഞ്ഞത്. നിലവിൽ 12 പേർക്കെതിരെ നടപടി ആരംഭിച്ചു. 7 പേരെ കരുതൽ തടങ്കലിലാക്കി. മൊത്തം നമ്മൾ 12 പിറ്റ് NDPS ആക്ടിൻ്റെ കീഴിലെ നടപടിയെടുക്കാൻ വേണ്ടിയുള്ള റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് 7 പേർക്ക് ഓർഡറായി. അവരെല്ലാവരും പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ന്യൂ ഇയർ വരെ എല്ലായിടത്ത് സ്ട്രോങ് ആയിട്ടുള്ളൊരു പോലീസ് പ്രസൻസ് മറ്റു നടപടി ഈ NDPS ആക്ടിവിറ്റീസ്ക്കെതിരെ ഉണ്ടാവും. പുതുവർഷാഘോഷത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കുമെന്ന് ലഹരിക്കടത്ത് സംഘത്തിലെ അംഗങ്ങൾ 24നോട് തുറന്നു പറഞ്ഞിരുന്നു. മുൻപ് പോലീസ് പിടിയിലായ വനിത ഉൾപ്പെടെയാണ് ലഹരി പാർട്ടി സംഘടിപ്പിക്കാൻ മുൻകൈയെടുക്കുന്നത്. നിലവിലെ പോലീസ് സംവിധാനം ഉപയോഗിച്ച് ക്രിമിനലുകളെ നിരീക്ഷിക്കുന്നത് പോലെ ലഹരി കച്ചവടക്കാരെയും തുടർച്ചയായി നിരീക്ഷിക്കുകയും കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കി. പുതുവർഷത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായി കൂടുതൽ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട് എന്നും കമ്മീഷണർ പറഞ്ഞു. S. ശ്യാംകുമാർ, 24 കൊച്ചി. പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.